യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിന് കർത്താവിന് നന്ദി പറയും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം യോഹന്നാൻ്റെ പുസ്തകം 6-ാം അധ്യായം 26-ാം തിരുവചനം. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമാണ്, യേശു തന്ന ലോകത്തിൻ്റെ അപ്പം ഭക്ഷിച്ചതുകൊണ്ടാണോ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത്? അതോ നിങ്ങളുടെ മനസ്സിൽ യേശു ദൈവമാണെന്നും ആ യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും ഉള്ള സുവിശേഷ വചനം, സുവിശേഷ സദ്വാർത്ത ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നത്? ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. യേശുവിനെ ലഭിക്കുവാൻ വേണ്ടി, ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, എൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കണം, ഈശോ എൻ്റെ ദൈവമാണെന്നും എൻ്റെ രക്ഷകനാണെന്നും ഏറ്റുപറയുവാനുള്ള വിശ്വാസത്തോടു കൂടി യേശുവിനെ അന്വേഷിക്കുക. ആ യേശു നമ്മുടെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ളതെല്ലാം നിനക്ക് ലഭിക്കും. നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും. ഈശോ നിൻ്റെ കൈപിടിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നിന്നെ കൂട്ടം വിട്ടു പോകുവാൻ അനുവദിക്കുകയില്ല. പുറകോട്ടൊന്ന് നോക്കേണ്ട സമയമായി. ഞാൻ ലോകത്തിൻ്റെ അപ്പത്തിനു വേണ്ടിയാണോ, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയാണോ യേശുവിനെ അന്വേഷിക്കുന്നത്? അതോ ഈശോ എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമാണെന്ന ഉറച്ച വിശ്വാസത്തിൽ മറ്റൊരാളുടെ അടുക്കൽ യേശുവിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണോ ഞാൻ യേശുവിനെ അന്വേഷിക്കുന്നത്? സ്വയം തിരുത്തേണ്ട സമയമായി. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, ഈശോ എൻ്റെ ദൈവവും രക്ഷകനും ആണെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. നിങ്ങൾ അത് പറയുമോ? ദൈവം നിങ്ങളെല്ലാവരെയും ഈശോ നിങ്ങളുടെ രക്ഷകനും ദൈവവുമാണെന്ന് ഉറക്കെ പറയുവാൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.